രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകുന്നുണ്ട്. അതിന് മുന്നോടിയായി റോഡ് ഷോയും സംഘടിപ്പിക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിയും റോഡ് ഷോയിൽ പങ്കെടുക്കും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിലെത്തിയിരിക്കുന്നെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ദീപക് ധർമ്മടമുണ്ട് വിവരങ്ങളുമായി. ദീപക്, എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം ആദ്യം ആനി രാജയുടെ പത്രികാ സമർപ്പണം, അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ പത്രികാ സമർപ്പണമാണ്. വലിയ റോഡ് ഷോ, അതായത് ഒരുപക്ഷെ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, ഒരു മണ്ഡലം, ആ നിലയിൽ വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പ് തന്നെ കോൺഗ്രസ് നടത്തുന്നു. കാരണം വയനാടിന് ഈ ഒരുപാട് രാഷ്ട്രീയ ചരിത്രം ഇന്ത്യയോട് തന്നെ പറയാനുണ്ട്. അത് അയോഗ്യത കൽപ്പിക്കലിൻ്റെ 6 മാസം മാറ്റി നിർത്തലിൻ്റെത്, അങ്ങനെ നോക്കുമ്പോൾ വലിയ രീതിയിൽ മോഡി സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിരോധ രാഷ്ട്രീയത്തിൻ്റെ ഒരുപാട് കഥകൾ വയനാടിന് പറയാനുണ്ട്. അത് പറയാൻ ഉതകുന്ന രീതിയിലുള്ള ശക്തി പ്രകടനമാകുന്ന ഒരു വലിയ റോഡ് ഷോ തന്നെയാണ് ഒരുക്കുന്നത്. ഹെലികോപ്റ്ററിൽ ഹെലിപ്പാഡിൽ നിന്നും രാഹുൽ ഗാന്ധിയുടെ യാത്ര തുടങ്ങുന്നു. അത് കഴിഞ്ഞ് വയനാട് ടൗണിലൂടെ, കൽപ്പറ്റ ടൗണിലൂടെയുള്ള റോഡ് ഷോ. ആദ്യം ഇവിടെ എത്തുക, ഞാനിപ്പോൾ നിൽക്കുന്ന കളക്ടറേറ്റിലേക്ക് എത്തുക, ആനി രാജയുടെ റോഡ് ഷോ ആണ്. പ്രകടനമായി എത്തി അവർ പത്രിക നൽകും. ഇവിടെ അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. കലക്ടർ, വരണാധികാരി രേണുരാജ് നേരത്തെ തന്നെ കളക്ടറേറ്റിൽ എത്തിക്കഴിഞ്ഞു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവരുടെ വണ്ടി. വലിയ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ കാണാം. CRPFന്റെ കേന്ദ്രസേനയുടെ ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിരിക്കുന്നു. ഒപ്പം രാഹുൽ ഗാന്ധിയുടെ ഒപ്പവും കേന്ദ്രസേനയുടെ അംഗങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് 2 സ്ക്വാഡ്രൺ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നു. കേരള പോലീസിന്റെ SOG എത്തിയിരിക്കുന്നു. മാവോയിസ്റ്റ് സ്ക്വാഡിൽ പ്രവർത്തിക്കുന്ന SOG ഓപ്പറേഷൻ ഗ്രൂപ്പ് ടീമാണ്. അതുപോലെ തന്നെ സ്ട്രൈക്കർ ഫോഴ്സ്, കേരള പോലീസിന്റെ, ലോക്കൽ പോലീസിന്റെയും വലിയ ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാം. DSP സന്തോഷ് നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ വലിയ രീതിയിലുള്ള സന്നാഹം ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് സുരക്ഷാ ക്രമീകരണം, മറുഭാഗത്ത് രാജ്യമുറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു വലിയ കേളിക്കൊട്ടായി ഈ പത്രികാ സമർപ്പണം മാറ്റാൻ വേണ്ടി മുന്നണികളുടെ ശ്രമം. ഒരു ഭാഗത്ത് ഇടതുമുന്നണിയുടെ ആനി രാജയുടെ വലിയ റോഡ് ഷോ, മറുഭാഗത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDFന്റെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ. ഏതായാലും പത്രികാ സമർപ്പണത്തിന് വേണ്ടി ഇവരിരുവരും ഈ കളക്ടറേറ്റിലേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും. 11 മണിക്ക് ആനി രാജയുടെയും 12 മണിക്ക് രാഹുൽ ഗാന്ധിയുടെയും പത്രികാ സമർപ്പണം എന്ന നിലയിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. വേണു. ദീപക് ധർമ്മടം, ഇപ്പോൾ റോഡ് ഷോയായി രാഹുൽ ഗാന്ധി എത്തുക, നാമനിർദ്ദേശ പത്രിക നൽകുക, അതു കഴിഞ്ഞാൽ പൊതുപരിപാടികൾ ഉണ്ടാകുമോ? രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നു എന്നത് ഒരുപാട് രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാക്കിയ വിഷയമാണ്. അതിലടക്കം രാഹുൽ ഗാന്ധിയും നേതാക്കളും ഒക്കെ പ്രതികരിക്കാനുള്ള സാധ്യത എത്രത്തോളം? രാഹുൽ ഗാന്ധി സ്വാഭാവികമായും പത്രികാ സമർപ്പണത്തിന് ശേഷം മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം ഉത്തരം നൽകേണ്ട നിരവധി വിഷയങ്ങൾ. എന്തിന് ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാന നേതാവ് BJPക്കെതിരെ പോരാടാതെ കേരളത്തിലെത്തി ഇടതുമുന്നണിക്കെതിരെ, ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളിൽ ഒന്നായ CPIയുടെ നേതാവ് ആനി രാജയ്ക്കെതിരെ മത്സരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ വേണു പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു രാഷ്ട്രീയ പ്രതികരണം അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യക്തത വരുത്തൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. പക്ഷേ എന്നാൽ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇടതുമുന്നണിയെ വലിയ രീതിയിൽ രാഹുൽ ഗാന്ധി കടന്നാക്രമിച്ച ചരിത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ റാലികളെ രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്തിരുന്നു. ആ വേളയിൽ ഒന്നും തന്നെ വലിയ രീതിയിൽ ഇടതുമുന്നണിയെ കടന്നാക്രമിച്ചിരുന്നില്ല. അന്ന് ഇന്ത്യ മുന്നണി സംവിധാനം നിലവിൽ വന്നില്ല. പക്ഷേ എന്നാൽ ഇന്ന് ഇന്ത്യ മുന്നണിയായി ഒരുമിച്ച് നിന്ന ഒരു പ്ലാറ്റ്ഫോം ദേശീയ തലത്തിൽ ഉള്ളപ്പോൾ പോലും ഇത്തരത്തിൽ രണ്ടായി മത്സരിക്കുന്നതിനെതിരെ ഇടതുമുന്നണി വലിയ രീതിയിൽ രാഷ്ട്രീയം പറയുന്നുണ്ട്. മുഖ്യമന്ത്രി പറയുന്നു, അതുപോലെ CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ, CPI സെക്രട്ടറി ബിനോയ് വിശ്വം, ഇവരെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പ്രതികരണം ആ വിഷയത്തിൽ വന്നേക്കാം. വേണു. ദീപക്, വയനാട്ടിൽ ഇതിനു മുൻപ് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം നടക്കുമ്പോൾ ലീഗിനെ പ്രതിരോധത്തിലാക്കുന്ന നീക്കങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് ദേശീയ തലത്തിൽ BJP ചർച്ചയാക്കുകയുണ്ടായി. ഇപ്പോൾ പുതിയ തലവേദനയായി SDPIയുടെ പിന്തുണ വരുന്നു. ഇത് അടക്കമുള്ള കാര്യങ്ങൾ BJP ദേശീയ തലത്തിൽ തന്നെ ചർച്ചാ വിഷയമാക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് രാഹുൽ അടക്കം പ്രതിരോധം തീർക്കുമോ? തീർച്ചയായും അത് വേണ്ടിവരും. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഓർക്കുന്നുണ്ടാകും വേണു, UDFന്റെ റാലിയിലെ പച്ചക്കൊടിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു BJPയുടെ വടക്കേ ഇന്ത്യയിലെ ക്യാമ്പയിൻ. എന്നാൽ ഈ തവണയാണെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷം SDPIയുടെ പരസ്യ പിന്തുണ UDFനാണ് എന്നും, എന്നാൽ SDPIയെ ന്യായീകരിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല, അതായത് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ പ്രതിപക്ഷ MLA, മുൻ പ്രതിപക്ഷ നേതാവ് SDPIയെ ന്യായീകരിച്ചുകൊണ്ട് വരുന്നു. ഇതെല്ലാം നമ്മൾ കണ്ട പിന്നിട്ട 2 ദിവസങ്ങളിലെ UDF രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ നീക്കങ്ങൾ
പ്രചാരണങ്ങളാണ്. സ്വാഭാവികമായും ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ BJP ഉയർത്തിക്കൊണ്ടുവരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും ഇത് തന്നെയായിരിക്കും. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ SDPIയുടെ പിന്തുണ രാഹുൽ ഗാന്ധിക്കുണ്ട്, കേരളത്തിൽ UDF-നുണ്ട് എന്നുള്ളത് തന്നെയായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ആ രാഷ്ട്രീയത്തിനും മറുപടി പറയേണ്ട, പ്രത്യേകിച്ചും BJP അത്തരം ഒരു ക്യാമ്പയിനുമായി ദേശീയ തലത്തിൽ പോകുമ്പോൾ അതിന് മറുപടി പറയേണ്ടി വരും. അല്ലെങ്കിൽ പറയാതെ ഒഴിഞ്ഞു മാറി പോകുന്നത് ഒരു തെളിമയാർന്ന രാഷ്ട്രീയത്തിൽ ചേരാതെ പോകും. പ്രത്യേകിച്ചും ഇടതുമുന്നണിയും ഈ വിഷയം ഉയർത്തിപ്പിടിക്കും. കാരണം SDPIയുടെ വോട്ട് UDF-ന് കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതിൽ ചില രാഷ്ട്രീയ പിശകുകൾ ഉണ്ട് എന്ന് തന്നെയായിരിക്കും ഇടതുമുന്നണി കൂടി പറയുന്നത്. മാത്രമല്ല CPIM-ന്റെ നേതാക്കൾ ആ വിഷയത്തിൽ പ്രതികരിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. വേണു, ദീപക്, അതുപോലെ തന്നെ കെ സുരേന്ദ്രനാണ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥി. കെ സുരേന്ദ്രനെ പോലെ ഒരാളെ തന്നെ രാഹുൽ ഗാന്ധിയെ നേരിടാൻ ഇറക്കുന്നതിൽ നരേന്ദ്രമോദിയുടെ തീരുമാനമുണ്ട്, അമിത്ഷായുടെ തീരുമാനമുണ്ട്. അപ്പോൾ എന്താണ് രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കരുനീക്കങ്ങൾ BJPയുടെ ബുദ്ധി കേന്ദ്രങ്ങളിൽ? വേണു, BJPയുടെ ബുദ്ധി കേന്ദ്രങ്ങളിൽ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ ജനപ്രീതി കുറവാണ് എന്ന് ദേശീയ തലത്തിൽ കാണിക്കുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് BJPക്ക് കേരളത്തിൽ ലഭിക്കാവുന്നതിൽ അവരുടെ ഏറ്റവും നല്ല ക്യാമ്പയിനറായ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ തന്നെ വയനാട്ടിൽ മത്സരത്തിനിറക്കിയത്. അതിൽ കൃത്യമായ രാഷ്ട്രീയമാണ്. നേരത്തെ വേണു പറഞ്ഞതുപോലെ അത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ അമിത്ഷയും JP നദ്ദയും ഒക്കെ കൂടി ആലോചിച്ച് കെ സുരേന്ദ്രനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് പറയുകയായിരുന്നു. കാരണം നേരത്തെ സുരേന്ദ്രൻ മത്സരരംഗത്തില്ല എന്ന് നമ്മളോട് ഉൾപ്പെടെ അഭിമുഖത്തിൽ പ്രതികരിച്ചതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കെ സുരേന്ദ്രനെ ഇറക്കി രാഹുൽ ഗാന്ധിക്കെതിരെ രാഷ്ട്രീയം പറയുക ദേശീയ തലത്തിൽ. ഒപ്പം രാഹുൽ ഗാന്ധിക്ക് കിട്ടാവുന്ന വോട്ടുകൾ, പ്രത്യേകിച്ചും നേരത്തെ കഴിഞ്ഞ വർഷം BDJS-നായിരുന്നു ഈ സീറ്റ്, ചിലപ്പോൾ BJPയുടെ കേഡർ വോട്ടുകൾ ഒഴിച്ചുള്ള മറ്റു വോട്ടുകൾ രാഹുൽ ഗാന്ധിക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അന്ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന പരിവേഷത്തോടെയായിരുന്നു രാഹുൽ ഗാന്ധി മത്സരിച്ചത്. എന്നാൽ ഇപ്പോൾ 5 വർഷം പിന്നിടുമ്പോൾ സ്ഥിതി മറിച്ചാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കിട്ടാവുന്ന വോട്ടുകളെല്ലാം രാഹുൽ ഗാന്ധിക്കെതിരെ സമാഹരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറച്ചു കാണിക്കുക എന്ന രാഷ്ട്രീയം തന്നെയാണ് BJP പയറ്റുന്നത്. കാരണം BJP വയനാടിനെ കൃത്യമായി ലക്ഷ്യം വെക്കുന്നു. അതൊരു വിജയ ലക്ഷ്യമല്ല, അവരുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ്. അതിൽ ടാർഗറ്റ് ഒന്നേ ഉള്ളൂ, അത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ ജനസമ്മതി കുറച്ചു കാണിക്കാനുള്ള രാഷ്ട്രീയം പയറ്റുക, അതിനുള്ള പ്രചരണവുമായി മുന്നോട്ട് പോകുക. അതിൻ്റെ ഭാഗം തന്നെയാണ് കെ സുരേന്ദ്രനെ ഈ പടക്കളത്തിൽ ഇറക്കിയതും. വേണു, ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി റോഡ് ഷോയായി കളക്ട്രേറ്റിലെത്തും. 12 മണിക്കാണ് പത്രികാ സമർപ്പണം.